ചെങ്ങല ഘടിപ്പിച്ചതിന് ശേഷം റോപ്പ് താഴേക്കിറക്കി റോപ്പ് വാഹനത്തിൽ ഘടിപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ റോപ്പ് പൂർണ്ണമായിട്ടും താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. റോപ്പ് താഴേക്ക് എത്തിച്ച് അത് വാഹനത്തിൽ ഘടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇനി നടക്കേണ്ടത്. അത് വാഹനത്തിൽ ഘടിപ്പിച്ചാൽ വാഹനം ഉയർത്താൻ കഴിയുന്ന പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ റോപ്പ് താഴേക്ക് എത്തിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥർ റോപ്പ് ലോറിയിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടി താഴേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഉണ്ടിയൊന്ന് സൂം ചെയ്താൽ ആ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നേരത്തെ 3 തവണയും സാധാരണഗതിയിലുള്ള റോപ്പ് എന്ന രൂപത്തിലായിരുന്നു അത് വെള്ളത്തിലേക്ക് ഇറക്കിയിരുന്നത്. ഇത്തവണ അതിൽ ചെങ്ങല പോലെയുള്ളൊരു ലോക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അത് വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. വെള്ളത്തിൽ അത് ഇറക്കി അത് ലോറിയിൽ ഘടിപ്പിക്കേണ്ടതുണ്ട്. ലോറിയിൽ ഘടിപ്പിച്ച് ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും ഇപ്പോൾ ആ റോപ്പ് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ച, താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ ആ റോപ്പ് ഒരുപക്ഷെ അവർ ആ ലോറി സ്പോട്ട് ചെയ്തിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അത് ഘടിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. വിശേഷം അതിലൊരു ചെങ്ങല പോലെയുള്ള ഒരു ഉപകരണം ഘടിപ്പിച്ച സാഹചര്യത്തിൽ ഇത്തവണ റോപ്പ് ഘടിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏറെക്കുറെ 70% റോപ്പ് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആ റോപ്പ് ഏകദേശം 80 അടിയിലധികം നീളമുള്ള, അതിനപ്പുറം നീളമുള്ള ഒരു റോപ്പാണിത്. ഇത് പൂർണ്ണമായിട്ടും വെള്ളത്തിലിറക്കിയിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുളത്തിൻ്റെ ആഴം അത്രത്തോളമാണ്. അത് രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുണ്ട്. അടിത്തട്ടിലുള്ള ചതുപ്പുകളും ചളിയും മണ്ണൊക്കെ തന്നെ അടിഞ്ഞുകൂടിയതും വലിയ രീതിയിൽ അതിനെ ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഏറെ നേരമായിട്ടും ആ ലോറി വീണ്ടെടുക്കാൻ സാധിക്കാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണം അതുതന്നെയായിരുന്നു എന്നുള്ളത് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഭാഗത്ത് സമാന്തരമായിട്ട് ലോറി ലഭിക്കുകയാണെങ്കിൽ ആ ലോറിയെ പൂർണ്ണമായിട്ടും വലിച്ചു പുറത്തെടുക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ സർവ്വസജ്ജമായി കയറുകെട്ടി നിലയുറപ്പിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സംയുക്തമായിട്ടുള്ളൊരു തെരച്ചിൽ, എല്ലാ മനുഷ്യരും ഇവിടെ ഒരുമിച്ച് കൂടി ആ ലോറിക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് അതേറ്റവും പ്രധാനപ്പെട്ടൊരു കാത്തിരിപ്പാണത്. അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്ന ശുഭപ്രതീക്ഷ ഇവിടെ തടിച്ചുകൂടിയ ഓരോ മനുഷ്യരെ സംബന്ധിച്ചുമുണ്ട്. തിരൂർ ഫയർഫോഴ്സ് യൂണിറ്റ് അവർ തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ളത്. രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞതാണ് ലോറി മനുഷ്യന് സാധ്യമാകുന്ന രീതിയിൽ പുറത്തെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം ലോറി ചതുപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോറിയുടെ വസ്തുക്കളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്, അത് ജാമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യനെ കൊണ്ട് പുറത്തെടുക്കാൻ സാധിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചായിരുന്നു റോപ്പ് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചിരുന്നത്. റോപ്പ് മേഖലയിൽ എത്തിച്ചതിന് ശേഷമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ അതിൽ ക്രെയിൻ ഈ ഒരു മേഖലയിൽ എത്തിയതിനു ശേഷമായിരുന്നു ഉദ്യോഗസ്ഥർ റോപ്പ് ഘടിപ്പിച്ചത് വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. വെള്ളത്തിലേക്ക് ഇറക്കി അത് ലോറിയിൽ ഘടിപ്പിക്കാനുള്ള ശ്രമം ആദ്യത്തെ തവണയും പരാജയപ്പെട്ടു. രണ്ടാം തവണ ഉദ്യോഗസ്ഥർ കൂടുതൽ സ്കൂബ ഡൈവിംഗ് ടീം വെള്ളത്തിനടിയിലൂടെ മുങ്ങിത്താഴ്ന്നു പോയി ലോറിയിൽ ഘടിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. മൂന്നാം തവണയും ആ റോപ്പ് കൈവിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. നാലാം തവണയാണിപ്പോൾ ക്രെയിൻ പൂർണ്ണമായിട്ട് മുകളിലേക്ക് വലിച്ചെടുത്ത് റോപ്പ് പുറത്തെടുത്തതിൽ മറ്റൊരു ചെങ്ങല പോലെയുള്ള ലോക്ക് ഘടിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നു. ഏറ്റവും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള നിമിഷങ്ങളാണിത്. ഇത്തവണ അത് പുറത്തെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ടുണ്ട്. രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിട്ടുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതായിപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും റോപ്പ് താഴേക്ക് ഇറക്കിയിരിക്കുന്നു. റോപ്പ് പൂർണ്ണമായിട്ടും താഴേക്ക് ഇറക്കിയിരിക്കുന്നൊരു കാഴ്ച. ഇവിടെ നിരവധി ആളുകൾ, ഇവിടെ പ്രദേശവാസികളായിട്ടുള്ളയും അല്ലാത്തയൊക്കെ തന്നെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ മേഖല അപകട ഭീഷണിത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകളോടൊക്കെ തന്നെ മാറാൻ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ശേഷം ആ വാഹനം പുറത്തെടുക്കുന്ന സമയം അത് ആളുകളെയൊക്കെ തന്നെ ഈ മേഖലയിൽ നിന്ന് മാറ്റേണ്ടത് സുരക്ഷയുടെ കൂടി ഭാഗമാണ്. അപകടത്തിന് സാധ്യതയേറെയാണ്. കാരണം ആളുകളൊക്കെ തന്നെ ഈ കോറിയുടെ അടുത്ത മേഖലയിൽ വന്നു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ മാറണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും
രക്ഷാദൗത്യം ഊർജിതമായി തന്നെ എന്നത് പറയേണ്ടി വരും. കാരണം ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർ പിന്നോട്ട് പോയിട്ടില്ല. ഉച്ചക്കാരംഭിച്ച രക്ഷാപ്രവർത്തനമാണ്. ഒരു തരത്തിലും പിന്നോട്ട് ഉദ്യോഗസ്ഥൻ്റെ ശരീരത്തിൽ 5 സ്റ്റിച്ചുകളുണ്ട് പരിക്കേറ്റത് മൂലം എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനത്തിൽ സംഭവിച്ച പരിക്കാണ്. നാട്ടുകാർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അവരൊന്നും തന്നെ പിന്നോട്ട് പോകാതെ ആ വാഹനം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ അത് സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. റോപ്പ് ഇപ്പോൾ പൂർണ്ണമായും താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മുങ്ങൽ വിദഗ്ധർ ക്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന റോപ്പും ചങ്ങലയും അത് ആ ലോറിയിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണെന്ന് തോന്നുന്നു. പുറത്തൊക്കെ തന്നെ നാട്ടുകാരും ഉദ്യോഗസ്ഥരും കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ ഘടിപ്പിച്ചതിന് ശേഷം അത് പുറത്തേക്ക് ഉയർത്തിയെടുക്കാനാണ് കാത്തിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായിട്ടും റോപ്പ് താഴ്ഭാഗത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി വാഹനത്തിൽ ഘടിപ്പിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ് വിനിത. അതാണ് ആ കാത്തിരിപ്പിൻ്റെ അവസാന ഘട്ടമാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ലോറിയിൽ കയർ ഘടിപ്പിക്കാനുള്ള ശ്രമമാണ്. നോക്കൂ, 1:10 അപകടമാണ്. ഇത്രയധികം സമയമായിട്ടും ഇതുവരെ പ്രതീക്ഷ നൽകുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും കയറിൽ ഇപ്പോൾ ചങ്ങല ഘടിപ്പിച്ചുകൊണ്ട് ലോറി ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ലോറിയിൽ ഈ ചങ്ങല ഘടിപ്പിക്കാനുള്ള ശ്രമമാണ്. അവിടെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ നാട്ടുകാരൊക്കെ തന്നെയും അവിടെ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ഓരോ നിമിഷവും ഉദ്വേഗജനകം തന്നെയാണ്. തിരൂർ ചെമ്പിക്കലിൽ നിന്നുള്ള ആദവനാട് ചെമ്പിക്കലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നോക്കൂ, പ്രതീക്ഷയുടെ നിമിഷങ്ങൾ തന്നെയാണ്. പ്രാർത്ഥനയോടെ കേരളമൊന്നാകെ കാത്തിരിക്കുകയാണ് മുസ്തഫയ്ക്ക് വേണ്ടി. മുസ്തഫയെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയട്ടെ, ആ പ്രത്യാശയിൽ തന്നെയാണുള്ളത്. രക്ഷാപ്രവർത്തകർക്കൊപ്പം തന്നെയാണ് ഇത്രയധികം മണിക്കൂറുകളായി രക്ഷാപ്രവർത്തനം നടത്തുകയുമാണ്.